കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം കടപുഴകി വീണു. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുടുങ്ങി. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് മരം വീണത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ആൽവിൻ, ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സാഹചര്യം, മരങ്ങൾ കടപുഴകി വീഴുന്നു, രാത്രി പ്രത്യേകിച്ചും വലിയ അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്ന് പുലർച്ചെയാണ്, ഏതാണ്ട് 4:45 മണിയോടുകൂടിയാണ് നേരിമംഗലം പാലം കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോൾ ദേശീയപാത നിർമ്മാണം നടക്കുന്ന റാണിക്കല്ലിന് സമീപം വലിയൊരു മരം കടപുഴകി വീണത്. ഈ സമയത്ത് ഇതുവഴി പുലർച്ചെ പോകുന്ന ബസ് സർവീസും അതോടൊപ്പം തന്നെ ആംബുലൻസ് അടക്കമുള്ളവ കുടുങ്ങിയ അവസ്ഥയായിരുന്നു. ഏതാണ്ട് നീണ്ട നിരയായിരുന്നു. രാവിലെ തന്നെ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 5:45 മണിയോടുകൂടി ഫയർഫോഴ്സ് എത്തി ഈ വലിയ മരം മുറിച്ചു മാറ്റുകയായിരുന്നു. നിരവധി ആളുകളാണ് ഈ പ്രദേശത്ത് കുടുങ്ങിയത്. ഈ പ്രദേശത്ത് ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. ഈ നേര്യമംഗലം മുതൽ ഏതാണ്ട് മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലായി ഈ അപകടകരമായ രീതിയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ഇത് മുറിച്ചു നീക്കുന്നതിന് വേണ്ട നടപടികളൊന്നും ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപകടകരമായ രീതിയിൽ നിരവധി മരങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഒരു വനമേഖല കടന്നു വേണം ഈ നേര്യമംഗലത്തിന് ശേഷം മൂന്നാറിലേക്കും അല്ലെ അടിമാലിയിലേക്കും ഒക്കെ പോകുന്നത്. ഈ വനമേഖലയിലൊക്കെ നിരവധി ശക്തമായ കാറ്റും മഴയും ഉണ്ടാവുകയാണെങ്കിൽ നിരവധി മരങ്ങൾ വീഴാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന വഴിയോര പ്രദേശത്താണ് ഈ മരം ഉള്ളത്. ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഈ വഴിയുള്ള യാത്ര പാടുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. കാര്യം അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ സൈഡിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി വലിയ മരങ്ങളാണ് ഇങ്ങനെ പാതയോരത്തുള്ളത്. അതുകൊണ്ട് തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരം കടപുഴകി വീണാണ് അപകടം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടും ഉണ്ട്.